അടുത്തൊരു നോമ്പ് ദിവസം അടുക്കളയിലോട്ട് കയറി വന്ന് ക്യാമറ ഓണാക്കി വെച്ച് കൈയും പൊളിച്ച് ഒച്ച കേട്ടിട്ട് കെട്ടിയെന്ന് ഓടി വന്ന് എന്താന്നൊക്കെ നോക്കിട്ടോ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണിയാണ്. മസാല പൊട്ടിച്ച് വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകി അപ്പൊ തന്നെ ഞാൻ നെയ്ച്ചോറിനുള്ളത് അടുപ്പത്തേക്ക് വെച്ചു. ചിക്കൻ കഴുകി എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ഇട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചു. ആകെ ധൃതിപ്പണിയാട്ടോ. സവോള ആദ്യം വഴറ്റി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചിട്ടിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് നല്ലോണം വഴറ്റി അതിലേക്ക് മല്ലിയില പുതിനയില കുറച്ച് വേപ്പില ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കന് വിട്ട് നമ്മൾ വറുത്ത സവോളയും കൂടി ഇട്ടിട്ട് നല്ലോണം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ വേകുമ്പോൾ വെള്ളം ഉണ്ടാവും. ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടാവും. വേവിച്ച് വെച്ച നെയ്ച്ചോറും പിന്നെ വറുത്ത സവോളയും കുറച്ച് കശുവണ്ടിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത പരിപാടി കഴിഞ്ഞു. നോമ്പ് ഇറക്കം കെട്ടിയോടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ല ഉഷാറിൽ നിന്ന് പണിയെടുക്കായിരുന്നു. അടുത്ത പരിപാടിയായിട്ട് ഉടനെ തന്നെ സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കി വെള്ളം കലക്കണ പണി കിട്ടേണ്ട കേട്ടോ. പുള്ളി ഷാർജ ഷേക്ക് ഉണ്ടാക്കി നാരങ്ങ വെള്ളമൊക്കെ കലക്കി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി നോമ്പൊക്കെ തുറന്നു. രാത്രി ആയപ്പോ ബിരിയാണി കഴിച്ചിട്ടോ. ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പൊ അത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.